ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാക്സ് വെറൈറ്റീസ്. ഞാനിപ്പോൾ ഉള്ളത് ഗുവാഹട്ടി റെയിൽവേ സ്റ്റേഷൻ. അതാണ് നമ്മുടെ ഇന്നത്തെ ഒരു എപ്പിസോഡ്. ഇപ്പൊ സമയം 7:45. ഞാൻ മേഘാലയയിലെ ഫെഫെ വാട്ടർഫാളിന്റെ അവിടുന്ന് ഗുവാഹട്ടിയിലേക്ക് പോവാണ്. ഇപ്പൊ രാത്രി ആയതുകൊണ്ട് ഞാൻ അധികം വീഡിയോ എടുക്കുന്നില്ല. ഇപ്പൊ ഇനി ഗുവാഹട്ടിക്ക് 108 കിലോമീറ്റർ ഉണ്ട്. അതായത് മേഘാലയയിലെ ഫിഫി എന്നൊക്കെ പറയും. അതിന്റെ വെള്ളച്ചാട്ടത്തിൽ നിന്ന് ഗുവാഹട്ടി റെയിൽവേ സ്റ്റേഷനിലേക്ക് ഏകദേശം 200 കിലോമീറ്റർ ഉണ്ട്. രാത്രി ആയതുകൊണ്ട് ഒരു 6-7 മണിക്കൂർ എടുക്കും അങ്ങോട്ടേക്കുള്ള യാത്ര. ഇപ്പൊ ഞങ്ങള് ഏകദേശം ഗുവാഹട്ടിയിൽ എത്തിയിട്ടുണ്ട്. ഇനി കുറച്ചുള്ള റെയിൽവേ സ്റ്റേഷനിലേക്ക്. ഇവിടെ 2 റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. ഗുവാഹത്തി ജംഗ്ഷനിലെ ഗതാഗതക്കുരുക്ക് കുറക്കുന്നതിനായിട്ട് നഗരത്തില് മാലിഗാവ് എന്ന് പറഞ്ഞ സ്ഥലത്തൊരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. അതിന്റെ പേര് കമാക്യ റെയിൽവേ സ്റ്റേഷൻ എന്നാണ്. മറ്റേത് ഇന്ത്യയിലെ A1 വിഭാഗത്തിൽപ്പെട്ട റെയിൽവേ സ്റ്റേഷനാണ് ഗുവാഹട്ടി റെയിൽവേ സ്റ്റേഷന്. അങ്ങനെ റെയിൽവേ സ്റ്റേഷന്റെ അടുത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഗുവാഹട്ടി റെയിൽവേ സ്റ്റേഷൻ. ഞാനിവിടെ വന്നിറങ്ങിയത് ഇവിടെ തന്നെ ആയിരുന്നു. പക്ഷെ അന്ന് ഉച്ച സമയം ആയതുകൊണ്ട് വലിയ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നമ്മുടെ വണ്ടി അവിടെ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വീഡിയോ അധികം എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ സമയമുണ്ട്. അപ്പോൾ ഞാൻ ഇവിടുത്തെ ലൈറ്റിൽ കുളിച്ച് നിൽക്കുന്ന ഗുവാഹട്ടി റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു വീഡിയോ എടുക്കുന്നുണ്ട്. ഇപ്പോൾ സമയം പുലർച്ച 1:45. ഇവിടെ രാവിലെ 7 മണിക്കാണ് നമ്മളെ ട്രെയിൻ ഉള്ളത്. അപ്പോൾ ഇവിടെ ലോഞ്ച് ഉണ്ട്. അപ്പൊ ലോഞ്ചിൽ മണിക്കൂറിന് കാശ് കൊടുത്തിട്ട് അവിടെ റെസ്റ്റ് എടുക്കാന്ന് വിചാരിച്ചിട്ടുള്ളത്. ചിലപ്പോൾ ട്രെയിൻ ലേറ്റ് ഉണ്ടാവും, ഉറപ്പ് പറയാൻ പറ്റൂല. ഇത് നമ്മുടെ ഒരു സുഹൃത്താണ്. വണ്ടി ജാക്കിർ ഹുസൈൻ ഞങ്ങളിവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് പുള്ളിക്കാരൻ പോയിക്കുന്നു. മുപ്പര് ഒരാഴ്ചയായി മുപ്പര് ഫാമിലി ആയിട്ട് വിട്ടു നിൽക്കുകയാണ്. ഞങ്ങളൊപ്പം തന്നെ താമസവും കാര്യങ്ങളൊക്കെ. അപ്പൊ ഇതാണ് ഗുവാഹട്ടി റെയിൽവേ സ്റ്റേഷന്റെ പ്ലാറ്റ്ഫോം. നല്ല സൂപ്പർ റെയിൽവേ സ്റ്റേഷനാണ്. അപ്പൊ ഞാനിനി ഇവിടുത്തെ ലോഞ്ചിൽ ഒന്ന് പോയിട്ട് ബാഗേജൊക്കെ അവിടെ വെച്ചിട്ട് ഒന്ന് പുറത്ത് കറങ്ങുന്നുണ്ട്. ഇതിവിടുത്തെ പ്ലാറ്റ്ഫോമിന്റെ താഴെയുള്ള ഒരു ഭാഗമാണ്. ഈ ഭാഗത്താണ് സന്ദർശകരൊക്കെ പാസഞ്ചേഴ്സൊക്കെ ഇരിക്കുകയും ചെയ്യുന്നുണ്ട്, കിടക്കുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനൊരു സിസ്റ്റം ഞാൻ മുമ്പ് വേറെ റെയിൽവേ സ്റ്റേഷനിൽ കണ്ടിട്ടില്ല. ഇതെല്ലാം ഒരു അടിപൊളി സംഭവമാണ്. വണ്ടി വരുന്ന അവിടെ ആ ഒരു ഭാഗം കംപ്ലീറ്റ് ഫ്രീ ആയിരിക്കും. തിരക്കും കാര്യങ്ങളൊക്കെ ഇവിടെ ഇരിക്കും. ഇപ്പൊ രാത്രി ആയതുകൊണ്ടാണ് എല്ലാവരും കിടന്നുറങ്ങുന്നത്. അപ്പൊ ഞാൻ എൻ്റെ ലോഞ്ചിൽ എൻ്റെ ബാഗൊക്കെ വെച്ചിട്ട് അങ്ങോട്ട് പോകുന്നതാണ്. ഇത് വേറൊരു ലോഞ്ചാണ്. ഇതിനെക്കാട്ടും വലിയൊരു ലോഞ്ചിലാണ് ഞാൻ വെച്ചിട്ടുള്ളത്. ഇത് ചെറിയൊരു ലോഞ്ചാണ്. അപ്പൊ ഇത് നമ്മുടെ ലോഞ്ചിന്റെ ഉൾഭാഗമാണ്. ഇതേപോലെ കസേര ഉണ്ട്, കിടന്നുറങ്ങുന്ന ആ ഒരു സംഭവം ഉണ്ട്, ടോയ്ലറ്റ്സുകളുണ്ട്, ഫാനും ഉണ്ട്, AC ഉണ്ട്. നല്ല സൗകര്യമാണ്. മണിക്കൂറിന് 30 രൂപയാണ് ചാർജ്. ഇപ്പൊ ഞാൻ റെയിൽവേ സ്റ്റേഷന്റെ പുറത്തെത്തിക്കുന്നത്. ഇവിടെ നമ്മുടെ പാലക്കാട് റെയിൽവേ സ്റ്റേഷന്റെ അതേപോലെ ഒരു എഞ്ചിൻ, നല്ലൊരു അടിപൊളി എഞ്ചിൻ പുറത്തു വെച്ചിട്ടുണ്ട്. സൂപ്പർ എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പൊ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും സൂപ്പർ ആയിട്ടുള്ള റെയിൽവേ സ്റ്റേഷനാണ് ഗുവാഹട്ടി റെയിൽവേ സ്റ്റേഷൻ. ഇതിപ്പോ പുതുക്കി പണിതതാണ്. ആസാമിന്റെ തലസ്ഥാനമാണല്ലോ ഗുവാഹട്ടി. അപ്പൊ ഇതതിന്റെ 1ാമത്തെ പ്ലാറ്റ്ഫോമുകൾ എൻട്രൻസ് ആണ്. ഇതിവിടെ റോട്ടില് പുലർച്ചക്കുള്ള ചായ കച്ചവടമാണ് ഇവിടെ ഉള്ളത്. ചായ ചെറിയൊരു കടിയുണ്ട് പുള്ളിക്കാരൻ്റെ ഒപ്പം. അപ്പൊ നമുക്ക് ഇനി ഇവിടുത്തെ പരിസരമൊക്കെ ഒന്നിങ്ങനെ കറങ്ങി കാണാം. ഇപ്പൊ സമയം 3:50. കണ്ടില്ലേ, ഗുവാഹട്ടി. ടൈമും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. 7 മണിക്കാണ് ഇതിന്റെ ട്രെയിനിന്റെ ടൈം ഉള്ളത്. അപ്പൊ ഇവിടെ ഇപ്പോഴും പുറത്ത് നല്ല സജീവമാണ്. ട്രെയിൻ ടൈമും കാര്യങ്ങളൊക്കെ അവിടെ ഡിസ്പ്ലേ, ഇലക്ട്രോണിക് ഡിസ്പ്ലേ ഉണ്ട്. ഇതൊരു ബോഗിയാണ്, ഒരു കമ്പാർട്ട്മെന്റ്. ഈ കമ്പാർട്ട്മെന്റിനെ ഒരു റെസ്റ്റോറന്റ് ആക്കിക്കാണ്. നല്ല പുറത്തൊക്കെ നല്ല മോഡിഫൈ ചെയ്തിട്ട് നല്ല ഉഷാറാക്കിക്കുന്നത്. അപ്പൊ ഞാനൊന്ന് അതിന്റെ അകത്തേക്കൊന്ന് കയറാനുള്ള പരിപാടി ഉണ്ട്. വീഡിയോ എടുക്കാൻ സമ്മതിക്കുമെന്ന് വിചാരിക്കുന്നു. അതിൻ്റെ ഉള്ളിലുള്ള അവസ്ഥ എന്താണെന്ന് അറിയില്ല. അപ്പൊ അതാണത്. അപ്പൊ അത് അതിൻ്റെക്കുള്ള കോണിയാണ്. പുറമെന്ന് ഇത് കോണി എക്സ്ട്രാ ഫിറ്റ് ചെയ്താണ്. കോണി കയറി വന്ന് അവിടെ ഒരു ഐസ്ക്രീം ബോക്സ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മളെ ട്രെയിനിന്റെ അതേപോലത്തെ ഡോറ്, ആ സെയിം ഡോറിന് സെയിം ബോഗി തന്നെയാണ്. അതുകൊണ്ട് തുറന്നിട്ട് തന്നെ ഉള്ളത്. അതിലേക്ക് കടന്നു നിൽക്കുന്നത്. ഇവിടെ സീറ്റിംഗ് ഒക്കെ വെച്ചിട്ട് നല്ല ഉഷാറാക്കിക്കുന്നുണ്ട്. ഒരു ഭാഗം സിംഗിൾ സീറ്റ്. ഇത് കൗണ്ടറും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഭാഗത്തുള്ളത്.
അപ്പൊ നല്ല അടിപൊളി സംഭവമാണത്. നമ്മുടെ നാട്ടിലും അങ്ങനെ വേണമെങ്കിൽ അത് നടക്കും. അത് പിന്നെ ഞാൻ വേറൊരു സ്ഥലത്ത് കണ്ടിരുന്നു, നമ്മുടെ കട്ര റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. കട്ര റെയിൽവേ സ്റ്റേഷനിൽ അതുണ്ട് സംഭവം. മറ്റേ ശ്രീനഗറിന്റെ അതിലേക്ക് പോകുന്ന വഴിക്ക് അവിടെ ഇതേപോലെ, പക്ഷെ അത്ര ഒരു ഗുമ്മില്ല. ഇത് ട്രെയിനിന്റെ ടൈമും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ. ഇതാണ് ഇപ്പൊ സമയം 4:12 ആയിരിക്കുന്നു. ഞാൻ കുറച്ച് പുറത്തുനിന്ന് കറങ്ങിയിട്ട് പുള്ളിലേക്ക് വന്ന ഇത് ചെന്ന് കയറുന്ന എൻട്രൻസ് ഭാഗമാണ്. ഒന്നാമത്തെ പ്ലാറ്റ്ഫോമൊക്കെ മെയിൻ വലിയൊരു ഫാനൊക്കെ ചെയ്യുന്നുണ്ട് ഇവിടെ മുകളിൽ. അത് പൊതുവെ റെയിൽവേ സ്റ്റേഷനുകളിലൊക്കെ ഉണ്ട്. ഒന്നൊന്നല്ല, 1, 2, 3 എണ്ണായിട്ടുണ്ട് ഇവിടെ. ഇത് പ്രതിമയുണ്ട്. ഈ ഗുവാഹട്ടിന്റെ ഹൃദയഭാഗത്താണ് ഈ റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന റെയിൽവേ സ്റ്റേഷനാണിത്. പിന്നെ ഇത് A1 വിഭാഗത്തിൽപ്പെട്ടിട്ടുണ്ട്. ഇത് കൺവേർട്ടർമാർക്കുള്ള വഴി അറിയുന്ന ഒരു ബോർഡാണ്. അവർ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കറിയാം എവിടൊക്കെ എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ള അതിനുള്ള ആ ഒരു സ്റ്റീലിന്റെ ഒരു ബോർഡാണ് അത്. ഇപ്പൊ ഏകദേശം സമയം, നമ്മൾ ട്രെയിൻ വരുന്ന സമയമായിട്ടുണ്ട്. ഞാൻ ഗുവാഹട്ടിന്റെ ബോർഡിന്റെ അടുത്താണ് നിൽക്കുന്നത്. ഇപ്പൊ ട്രെയിനിൽ കയറിയിട്ടുണ്ട്. സമയം ഒരു അരമണിക്കൂർ ലേറ്റ് അയക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടുത്തെ വഴിയിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് അങ്ങനെ പോവാം. അണ്ടിപ്പരിപ്പാണ് ഞാൻ ഇന്ന് കഴിക്കുന്നത്. വരുന്ന സമയത്ത് ഭക്ഷണം ഉണ്ടായിക്കൊണ്ടിരുന്നത്. അപ്പൊ വരുന്ന സമയത്ത് ഞങ്ങൾ പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്, പാട്ടും ഒക്കെ വെച്ചിട്ടാ പോകുന്നത്. ആളുകൾ ഇപ്രാവശ്യം കുറെ ആൾക്കാർ മടക്കം ഫ്ലൈറ്റിനാക്കിയിരുന്നു. പിന്നെ ചിലര് വേറെ റൂട്ടിലേക്കും അങ്ങനെ ആക്കിയിട്ട് അങ്ങനെ ആയതാണ്. ഇപ്പൊ ഭുവനേശ്വറിൽ എത്തിയിട്ടുണ്ട്. ഇത് കാട്ട്പാടി ജംഗ്ഷൻ. ഇതിന്റെ ബാഗും വാക്കിംഗ് സ്റ്റിക്കൊക്കെയാണ്. ഇപ്പൊ ഞാൻ പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ട്രെയിന് ഒരു 8 മണിക്കൂർ ലേറ്റാണ്. 11:45 എത്തേണ്ട ട്രെയിന് 8 മണിക്കൂർ ലേറ്റ് ആയിട്ട് എത്തിയിട്ടുള്ളത്. ഇപ്പൊ ഞാൻ പാലക്കാട് റെയിൽവേ സ്റ്റേഷന്റെ പുറത്ത് എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ഒരു KSRTC ബസ് കിട്ടും. അതിന് നേരെ പെരിന്തൽമണ്ണക്ക് കയറണം. അപ്പൊ മേഘാലയ എപ്പിസോഡ് നിങ്ങൾ മുഴുവനായിട്ടും കാണണം. അടിപൊളി സംഭവങ്ങളാണ്. വാട്ടർഫാളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ള നല്ല സൂപ്പർ സംഭവമാണ് ഇത്. മേഘാലയയിൽ നിന്ന് വാങ്ങിയ ബാഗും കാര്യങ്ങളാണ്. അപ്പോൾ നമ്മുടെ സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമന്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.